പിന്നെ നോർസെറ്റ് 10 എക്സാം അതിനേക്കാൾ കുറച്ചുകൂടി അടുത്താണ് അല്ലേ, അതായത് ഏപ്രിൽ മാസം. അതായത് നിങ്ങൾ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അതായത് RRB എക്സാമിനേഷൻ അല്ലേ. അപ്പം ലൈവ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്കായിട്ട് അതിന്റെ റെക്കോർഡിംഗ് നമ്മുടെ നെക്സ്റ്റ് ഡേ നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തന്നെ നമ്മുടെ നഴ്സിംഗിൽ ഒരുപാട് എക്സാംസ് ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതായത് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷൻ നമ്മൾ മെയ് ജൂൺ ജൂലൈ ഈ മാസങ്ങളിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നോർസെറ്റ് 10 എക്സാം അതിനേക്കാൾ കുറച്ചുകൂടി അടുത്താണ് അല്ലേ, അതായത് ഏപ്രിൽ മാസം 11-ാം തീയതിയാണ് അതിന്റെ പ്രിലിംസ് എക്സാം വരിക. മെയിൻ എക്സാം ഏപ്രിൽ മാസം 30-ാം തീയതിയാണ്. അതിനേക്കാളും അടുത്താണ് നമ്മുടെ RRB എക്സാം അല്ലെ, അതായത് മാർച്ച് മാസം 10, 11, 12 തീയതികളിലായിരിക്കും നമ്മുടെ RRBയുടെ നഴ്സിംഗ് സൂപ്രണ്ട് എക്സാം നടക്കുക. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു പ്രിപ്പറേഷൻ പലരും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാകും. ചിലരൊക്കെ തുടങ്ങുന്നത് ആലോചിച്ച് നിൽക്കുമായിരിക്കും അല്ലെ, തുടങ്ങണോ, എപ്പോൾ തുടങ്ങണം, ഇന്ന് തുടങ്ങണോ, നാളെ തുടങ്ങണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരിക്കും അല്ലെ. സോ അങ്ങനെയുള്ളവർക്ക് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന ഈ ബാച്ചസിന് അല്ലെങ്കിൽ ഈ കോഴ്സുകൾക്ക് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാവേ, അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിനേഷൻ അല്ലെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ MSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് എൻട്രി കേഡറിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഒരു തസ്തികയാണ് ഈ പറയുന്ന ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന പോസ്റ്റ്. നമ്മുടെ UGC പേ സ്കെയിലാണ്, അത്യാവശ്യം നല്ല സാലറിയും പിന്നെ അതിലേറെ നമുക്ക് ഒരുപാട് ഓട്ടോണമി ഒക്കെ ഉള്ള ഒരു പോസ്റ്റാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എന്ന് പറയുക. സോ അതിന്റെ പുതിയ ബാച്ച് നമ്മൾ ഈ ഫെബ്രുവരി മാസം 13-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലേ, ഇറ്റ്സ് ഓൾവേസ് ലേറ്റ് ദാൻ നെവർ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നിങ്ങൾ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജീസ് പ്ലാനൊക്കെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാമായിരിക്കും. വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും, വളരെ ഡെപ്തിലുള്ള ക്ലാസ്സുകളായിരിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വീണ്ടും വീണ്ടും ഒക്കെ റീഇൻഫോഴ്സ് ചെയ്യുന്ന തരത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. കംപ്ലീറ്റ് സിലബസും കവർ ചെയ്ത് പല പ്രാവശ്യം റിവിഷനും മാരത്തോണും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എക്സാമിന് വേണ്ടി പോവുക അല്ലേ. സോ നോക്കിയേ, നമ്മുടെ പുതിയ ബാച്ച് ഈ വരുന്ന ഫെബ്രുവരി മാസം 13-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റിലേക്ക് പറഞ്ഞുതരാം. രണ്ടാമത്തെ എക്സാം ഏതാണ്? എയിംസ് നോർസെറ്റ് 10 എക്സാം അല്ലേ. നമുക്ക് BSc നഴ്സിംഗ് നമുക്ക് കഴിഞ്ഞവർക്ക് ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്ന നോർസെറ്റ് എക്സാമിനേഷൻ. അതായത് എയിംസ് പോലുള്ള സ്ഥാപനങ്ങളിലെ നഴ്സിംഗ് ഓഫീസർ പോസ്റ്റ് അല്ലെ, അതിനു വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് ആണ്. എക്സാമിനേഷൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രിലിമിനറി എക്സാമിനേഷൻ ഏപ്രിൽ മാസം 11-നും മെയിൻ എക്സാമിനേഷൻ ഏപ്രിൽ മാസം 30-ാം തീയതിയാണ്. സോ ഈ എക്സാം ഫോക്കസ് ചെയ്തിട്ടുള്ള ആ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്ത് റിവിഷൻ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ ബാച്ചാണ് നമ്മൾ ആരംഭിക്കുന്നത് എന്നാണ്. ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ് നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എക്സാമിനേഷൻ എഴുതണം എന്ന് താല്പര്യമുള്ളവർ, അതല്ല ഇനിയും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. അത്യാവശ്യം ഇപ്പൊ BSc ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക്, GNM കഴിഞ്ഞിട്ട് 2 വർഷം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് നല്ല സുലഭമായ അല്ലെങ്കിൽ അസുലഭമായ ഒരു പോസ്റ്റാണ് ഈ പറയുന്ന നഴ്സിംഗ് ഓഫീസർ പോസ്റ്റ് എന്ന് പറയുക. സോ അതിനുവേണ്ടി നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അതായത് RRB എക്സാമിനേഷൻ അല്ലെ. അതിൽ നഴ്സിംഗ് സൂപ്രണ്ട് എക്സാമിനേഷൻ നമ്മൾ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത് കുറെ നാൾ കഴിഞ്ഞു അല്ലെ. നമ്മൾ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ്. കാരണം അതിന്റെ എക്സാമിനേഷൻ എന്നാണ് മാർച്ച് മാസം, അടുത്ത മാസം 10, 11, 12 തീയതികളിലാണ് എക്സാമിനേഷൻ നടത്തപ്പെടുക. സോ അത് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മാരത്തൺ റിവിഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതിനു മുന്നേ പല എക്സാംസിനും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ മാരത്തൺ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവ് ക്ലാസ്സുകളാണ്, ദിവസം ഒരു 3 to 5 hours നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള റിവിഷൻ ക്ലാസ്സുകളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ടു ദ പോയിന്റ് എക്സാമിന് വേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന ബാച്ചാണ് ഈ പറയുന്ന മാരത്തോൺ ബാച്ച് എന്ന് പറയുക. നമ്മുടെ ഓൾറെഡി നമ്മുടെ RRB സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് ആഡ് ഓൺ ആയിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ഈ പറയുന്ന മാരത്തോൺ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ മാരത്തോൺ കോഴ്സിന്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു മാരത്തോൺ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നാണ്. എനിക്ക് RRB മാരത്തോൺ റിവിഷൻ ഷെഡ്യൂൾ ആണ് 15-ാം തീയതി, അതായത് ഫെബ്രുവരി മാസം 15 മുതൽ തൽക്കാലം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മാർച്ച് മാസം 2-ാം തീയതി കേട്ടോ. മാർച്ച് മാസം 2-ാം തീയതി വരെയാണ്. ഈ കാണുന്ന പോലെ നമ്മുടെ എല്ലാ സിലബസും കവർ ചെയ്തിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളാണ്. ലൈവ് സെഷൻസ് ആണ് കേട്ടോ. ലൈവായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം.
ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചോദിക്കാം. അപ്പം ലൈവ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്കായിട്ട് അതിന്റെ റെക്കോർഡിംഗ് നമ്മുടെ നെക്സ്റ്റ് ഡേ നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ നമ്മളിപ്പോൾ നഴ്സിംഗ് സബ്ജക്ട്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അല്ലേ. ഇത് കൂടാതെ തന്നെ നമ്മുടെ നോൺ നഴ്സിംഗ് സബ്ജക്ട്സ് ഡെയിലി കേട്ടോ, ഡെയിലി നിങ്ങൾക്ക് നോൺ നഴ്സിംഗ് സബ്ജക്ട്സിന്റെയും റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാകും കേട്ടോ. അപ്പം ഒരു മിനിമം ആണ് കേട്ടോ, ഈ ഒരു 4 to 5 hours പറയാം. കാരണം നമുക്ക് എക്സാമിനേഷന് ഏകദേശം ഒരു മാസം മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് മിനിമം ഒരു 4 to 5 hours നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാകും. അതിനുശേഷം ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് കൂടെ പഠിക്കുക കേട്ടോ. അപ്പം ഈ പറയുന്ന മാരത്തൺ RRBയുടെ മാരത്തൺ റിവിഷൻ ബാച്ചിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് നിങ്ങൾ സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് തന്നിരിക്കുന്ന നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക. കാരണം വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ പരിമിതമാണ്. നമ്മുടെ സ്റ്റുഡൻസിന് അവർക്ക് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ മാരത്തോൺ റിവിഷൻ എന്ന് പറയുക. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. വെറുതെ അഡ്മിഷൻ എടുത്താൽ മാത്രം പോരാ കേട്ടോ, ആത്മാർത്ഥമായിട്ട് കഠിനമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. സോ ദാറ്റ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാണ്, സിൻസിയർ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്, വിജയം നമ്മുടേത് തന്നെയായിരിക്കും. സോ ആ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ പഠിക്കുക. നമ്മളോടൊപ്പം നമ്മുടെ ആ ഒരു ജേർണിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.